കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെ കൊല്ലം ജില്ലയിൽ ഹോൾസെയിൽ പ്രൈസിനും റീറ്റെയിൽ പ്രൈസിനും ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്, ഇഷ്ടം പോലെ കൊല്ലം ടൗണിൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളെ കൊല്ലത്തുള്ള ആൾക്കാർ ദൂരോട്ടൊക്കെ ഉള്ള കടകളിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് അവിടെ കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ച് പൈസ, പിന്നെ നമ്മൾ പോകുന്ന വണ്ടി ചിലവ്, ഇതൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നമുക്ക് അതിലും ലാഭത്തിന് കിട്ടുമെന്ന് ആണ്. അപ്പോൾ നമ്മളെ ക്ലോക്ക് ടവർ കണ്ടല്ലോ, നാണി ഹോട്ടലും കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ കൊല്ലത്ത് ആ ക്ലോക്ക് ടവറും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉഷാ തിയേറ്റർ, പഴയ കുമാർ, അതിൻ്റെ തൊട്ടപ്പുറത്ത് അയ്യപ്പാസ്, ഇതൊക്കെ എല്ലാം ഫേമസ് ആയിട്ടുള്ള കടകളാണ്. ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഹോൾസെയിൽ കടകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി റോഡിലിറങ്ങിയാൽ പല കാര്യങ്ങളും ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഫുട്പാത്ത് കൂടിയൊക്കെ നടന്നു പോകുമ്പോഴൊക്കെയുള്ള അവസ്ഥകളെ. അപ്പോൾ അതൊന്നും വരാതിരിക്കാനാണ് ഞാൻ വണ്ടിക്കകത്ത് തന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ വിഷയം ഇപ്പോൾ അതല്ല. ആ വിഷയത്തിലോട്ട് നമുക്ക് വരാം, സമയമുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ കൊല്ലം ടൈമിൽ, അതായത് ഇന്നലെ എടുത്ത വീഡിയോ അല്ല, ഇന്നലെ എടുത്ത വീഡിയോ. ഇന്നിപ്പോൾ 23-ാം തീയതിയാണ്. അപ്പം ഞാൻ 22-ാം തീയതി എടുത്ത വീഡിയോ അത്. ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരിക്കും. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഓണത്തിൻ്റെ കച്ചവടം നടക്കുന്ന ഒരു ടൈമാണ് ഈ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരു സെക്ഷൻ മൊത്തം പാത്രങ്ങളുടെ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ മൊത്തം പാത്രത്തിന് വേണ്ടിയിട്ടും, പാത്രം, വിളക്ക്, ചെമ്പ്, എന്ത് വേണമല്ലോ അതെല്ലാം ഒരു സെക്ഷൻ. അപ്പുറവും ഇപ്പുറവും ഉണ്ടേ, ഒരു സൈഡ് മാത്രമല്ല ഞാൻ പറയുന്നത്, അപ്പുറവും ഇപ്പുറവും. അതിനകത്തോട്ട് ചെറിയ വഴികളുള്ളിടത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അതിനകത്തോട്ടും എല്ലായിടത്തും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ലൈറ്റിൻ്റെ സംഭവങ്ങളാണ് വേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷനുണ്ട്. അതായത് നമ്മളൊരു ഡൽഹി മാർക്കറ്റിൽ പോയി കയറി കറങ്ങുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഫീല് ആസ്വദിക്കുന്നില്ല. ഇത് ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ ഇവിടെ വന്ന സാധനം എടുക്കുന്നത്. ഞാൻ മിക്ക കടക്കാരെയും ഇവിടുന്ന് ചാക്ക് കണക്കും അല്ലാതെ വണ്ടിക്കകത്തൊക്കെ കുത്തി നിറച്ച് സാധനങ്ങൾ കയറ്റി കൊണ്ടുവന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച്, അപ്പോൾ ഇവിടെ വന്നായിരുന്നു സാധനങ്ങൾ മേടിച്ച് അവരെ കടയിൽ കൊണ്ടുപോയി സെയിൽ ചെയ്തുകൊണ്ട് നിന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഇന്നത്തൊട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ കൊല്ലത്ത് നിന്ന് സാധനം എടുത്ത് നോക്കാമെന്ന്. അതാണ്ടില്ല, ആ സൈഡിൽ അപ്പുറം ഇപ്പുറം എല്ലാം പാത്രക്കടകളുണ്ട്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ പാത്രക്കടയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സൈഡ് മൊത്തം പാത്രക്കടയായിരിക്കും. തുണിയുടെ സെക്ഷനാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു സെക്ഷനിൽ അങ്ങാടി കട. നിങ്ങൾക്ക് എന്ത് അങ്ങാടി മരുന്ന് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു കട ഉണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടി മുമ്പോട്ട് പോകുമ്പം കണ്ട രാമച്ചവും അതും ഇതും പേരും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങാടി കടയുടെ ഒരു സെക്ഷനായിരിക്കും. അതേ കണക്കാണ് നമ്മളെ കൊല്ലം. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കുറച്ച് കാശുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കറങ്ങി നടന്ന് കാണുന്ന മാത്രമല്ല, നിങ്ങൾ മേടിച്ചിട്ടേ പോവൂ, വിലയൊക്കെ നോക്കിയിട്ട്. ഹോൾസെയിൽ കടയാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇതെല്ലാം ഹോൾസെയിൽ കടയല്ലേ, ഞങ്ങൾക്ക് റീറ്റെയിലിന് വേണമെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ കടയും ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് വേണമെങ്കിൽ നമ്മളെ വീട്ടിന് ചുറ്റടുത്തുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് നിങ്ങളൊരു 10-20 പേരോ അല്ലെങ്കിൽ ഒരു 10 പേരോ ആയിട്ട് നിങ്ങൾ ഒരു സെറ്റ് ഇടുക. കാരണം ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് ലോൺ വേണമെങ്കിൽ എങ്ങനെയായാലും നമ്മൾ 20 അല്ല 30 അല്ല 50 പേരായാലും ഗ്രൂപ്പ് ലോണിന് തയ്യാറായി നമ്മൾ നിൽക്കും. കാരണം തൊട്ടടുത്തുള്ളവരാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നൊരു സാധനം ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 പേര് ഒരുമിച്ച് നിന്നാൽ മതിയെന്നേ. ഇതുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ മൊത്തം കൊലക്കടകൾ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കി ഇവിടെയുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് മൊത്തം മലക്കറി കടകൾ. അങ്ങനെ ആ ഒരു സെക്ഷനായിട്ടുണ്ട്. നാരങ്ങയുടെ കടകൾ,
അവിടെ എല്ലാം ഒരു മലക്കറി കൊലക്കട സെറ്റപ്പ്. ഇതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുട്ടക്കടകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് സാധനം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളൊരു 10 പേരായിട്ടങ്ങ് കൂട്. ഒരു ലേഡീസ് സെറ്റപ്പ് ഒരു 10 പേരങ്ങ് കൂടി, ലേഡീസോ ബോയ്സോ ആയിട്ട് കൂട്. അപ്പോൾ നിങ്ങൾ കൂടിയിട്ട് നിങ്ങളൊരു പിരിവിട്ടിട്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സാധനം വേണം അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഈ ഹോൾസെയിൽ കടകളിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഹോൾസെയിൽ റേറ്റിന് തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടും. അത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പോയ 10 പേരും കൂടി ഈക്വലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് അങ്ങ് എടുത്താൽ പോരെ. പ്രശ്നം തോന്നുന്നില്ല. ഈ കാണുന്ന കടയൊക്കെ ഉണ്ടോ, ഇത് നമ്മൾ സൂറത്തിലാണെങ്കിൽ തന്നെ മുട്ടം SPM എന്ന് പറഞ്ഞ കടയാണ്. അതായത് ഡ്രീംസ്. ഇവിടെയൊക്കെ ഹോൾസെയിൽ കടകളാണ്. നല്ല തുണികളാണ് അവിടെ ഇട്ടേക്കുന്നത്. നല്ല തുണികൾ, നല്ല സെലക്ഷനുമുള്ള. ഞാനിത് ആരെയും പ്രമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. ഞാൻ ഇതുവഴി എപ്പോഴും കിടന്ന് കറങ്ങുന്നത്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് അതിനുള്ള സമയം സാധനം കിട്ടുന്നില്ല. ഇപ്പോൾ അതിന് പറ്റിയൊരവസരം കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോ കാണിച്ചുകൂടാ എന്നെനിക്ക് തോന്നി. അപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇന്നെന്തായാലും ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ. അപ്പോൾ എനിക്കത് നടന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെന്നല്ല, ഈ വീഡിയോ എന്തായാലും ക്യാമറ ഓണാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് നമ്മൾ MK എവിടൊക്കെ റോഡ് സൈഡിൽ, അതായത് ഗതാഗതം എല്ലാം നോക്കി ഓരോരുത്തർ റോഡ് സൈഡിൽ വലിയ വലിയ കടകൾ വെക്കുമ്പോൾ MK പോലത്തുള്ള കടകൾ ഇതേപോലെയുള്ളൊരു ഉള്ളി ഏരിയ കൊണ്ടുവന്നിട്ടാൽ കച്ചവടം നടക്കൂ എന്ന് പലരും നമ്മളോട് ചോദിക്കും. അപ്പം ആ ഒരു കടയുടെ ഓണർ, അതായത് ഇതൊക്കെ ഹോൾസെയിൽ കടകളാണ്, ആ ഒരു കടയുടെ ഓണർ ഇത്രയും ഉള്ളി കൊണ്ടുവന്ന് കട ഇടണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം കൊല്ലത്തിൻ്റെ പവർ എന്തുവാന്ന്. അപ്പം അവിടെ ഇട്ടാലും എവിടെ ഇട്ടാലും, കൊല്ലത്ത് എവിടെ കടയിട്ടാലും ചെയ്യും. അത് ഈ കാണുന്ന RK സാരീസ്, ഈ സോന, ഇതൊക്കെ ഞങ്ങളെ കുഞ്ഞുനാളിൻ്റെ ഒരു മെയിൻ കടകളായിരുന്നു. അതിന് ശേഷമല്ലേ ഇപ്പോൾ ഈ വലിയ കടകളൊക്കെ വന്ന്. ഞങ്ങളൊക്കെ തുണിയെടുക്കാൻ വരുന്നത് ഈ RK സാരീസിൽ, ഈ സോന, ഇങ്ങനെയുള്ള കടകളിലൊക്കെയായിരുന്നു പണ്ട്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ അതിനുശേഷമല്ലേ ഇപ്പോൾ ഈ കാണുന്ന ഈ വലിയ വലിയ കടകളും തുണിക്കടകളും അതും ഇതുമെല്ലാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയത്തില്ലേ. അതായത് ഈ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിൻ്റെ കട കേട്ടോ. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ അതിൻ്റെ ഇപ്പുറത്തൊരു പീറ്റർ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ കടയുണ്ടേ. ഇത് ഈ കട അറിയാത്തവരായിട്ട് കൊല്ലം ജില്ലയിൽ ആരും കാണത്തില്ല എന്നാണ് എനിക്കറിയാം. എൻ്റെ ഒരു തോന്നലല്ല, അയ്യപ്പാസ്. ഇവിടെ വന്ന് തുണി മേടിക്കാത്തതായിട്ട് കൊല്ലം ജില്ലയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു സംശയമായിരിക്കും. കാരണം ഒരിടയ്ക്ക് ഈ ഒരു സാധനം തരംഗമായിരുന്നു, അയ്യപ്പാസ് എന്ന് പറഞ്ഞ്. പിന്നെ അതാണ്ട് നമ്മളെ ഗുരുപ്രസാദ് ഹോട്ടൽ. അവിടെ വന്ന് തുണി എടുത്തു കഴിഞ്ഞാൽ ഗുരുപ്രസാദിൽ വന്നൊരു മസാല ദോശ, അത് തുണിയെടുക്കാൻ വരുന്നവരുടെ ഒരു മെയിൻ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം. അതാണ്ട് നമ്മളെ ബൂട്ട്സ് ആൻഡ് ബൂട്ട്സ്. വർഷങ്ങൾ പഴക്കമുള്ള കടകളുണ്ട് ഇതൊക്കെ ഓരോ നൊസ്റ്റാ. പിന്നെ നിങ്ങൾ കറങ്ങി വരുന്ന ടൈമിൽ ഇതേപോലെയുള്ള റോഡിൽ കാണുന്ന ഫ്രണ്ട് വശത്ത് കാണുന്ന കടകൾ മാത്രം കയറി ഇറങ്ങി പോവാതെ അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഓരോ കടകളും ഇടവഴിയുണ്ട് കേട്ടോ. ആ ഇടവഴികൾ മാക്സിമം കയറാൻ ശ്രമിക്കുക. അതാണ് അങ്ങോട്ടൊക്കെ കയറുമ്പോഴത്തേക്കിന് ഒരുപാട് ഹോൾസെയിൽ കടകൾ ഒരുപാട് നമുക്കവിടെ കാണാൻ പറ്റും. ഒരുപാട് ഹോൾസെയിൽ കടകൾ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിക്ക് വരുവാണെങ്കിൽ തുണിയെടുക്കാം. അറ്റ്ലസൊക്കെ ഇപ്പോൾ വന്നതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് സാധനം ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. അതല്ല റീറ്റെയിൽ റേറ്റിനാണെങ്കിൽ വലിയ വിലകളൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം മെനക്കെട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഈ വന്ന വഴി ഇവിടുന്ന് ഞാൻ തുടങ്ങുന്ന വീഡിയോ എടുത്ത് അതേ കണക്ക് തന്നെ നിങ്ങൾക്കൊന്ന് കറങ്ങിയാൽ മതി. ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ബസ് ഇറങ്ങിയോ കാറിൽ വന്നോ എങ്ങനെ വന്നിറങ്ങി, ഇത് ഈ ഒരു സർക്കിളൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൊല്ലം നിസ്സാരക്കാരനല്ല. കൊല്ലത്ത് വന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ക്ലോക്ക് ടവർ വെച്ചിരിക്കുന്നത് അന്ന് ഇത്രയും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല, എവിടെയും നോക്കിയാലും സമയം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്.